എന്താണ് ഇന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ ഇതിവൃത്തം? ചേട്ടാ, ഞാനിന്ന് എൻ്റെ ജീവിതകഥ തന്നെ പറയുന്നത്. ചെറുപ്പകാലം മുതൽ ഞാൻ ഇവിടെ എത്തിയ വരെയുള്ള ചെറിയ സംഭവവികാസങ്ങൾ ഞാൻ എന്താണ് KGF? നിനക്ക് എന്താണ് വേണ്ടത്? ദുനിയാ ഇന്ന് കാലൊക്കെ കേട്ടാ, ചെറുപ്പകാലം തൊട്ട് ഇന്ന് പോയിരിക്കും. മെൽവിൻ, ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യുക. ഓക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു പോലീസ് ആവണം എന്നായിരുന്നു ആഗ്രഹം. കാരണം വേറൊന്നുമല്ല, പോലീസ് ആകുമ്പോൾ ആരടിച്ചാലും തിരിച്ചിടിക്കില്ല. അപ്പോൾ പോലീസുകാർക്ക് അല്ലെങ്കിൽ പേടിയാൻ. പക്ഷേ എൻ്റെ ആഗ്രഹം മാറ്റിമറിച്ചത് ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം സിനിമാ നടന്മാർ പോലീസുകാർ വെറുതെ നിഷ്പ്രയാസം പിടിച്ച് താഴ്ത്തിറങ്ങി. അപ്പോൾ സിനിമാ നടന്മാർക്കായിരിക്കും പവർ കൂടുതലെന്ന് എനിക്കന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ സിനിമാ നടനാകണം എന്നൊരാഗ്രഹമില്ലായിരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഒരു 4-5 വയസ്സുള്ള സമയത്ത് എനിക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സിനിമ കണ്ടു തുടങ്ങിയത് വീട്ടിലെ ചെറിയ TV-യിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ ഈ TV-യുടെ ഉള്ളിൽ ജീവിക്കണ കുഞ്ഞു കുഞ്ഞു മനുഷ്യരാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് അവർ വന്ന് പരിപാടി നടത്തുന്നത്. പക്ഷേ എൻ്റെ ഈ തെറ്റിദ്ധാരണ എന്നെ നയിച്ചത് വലിയൊരു അബദ്ധത്തിലേക്കാണ്. ഒരു ദിവസം ഞാൻ രാവിലെ TV കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ അമ്മ എനിക്ക് പുട്ടും കടലയും ഉണ്ടായിരുന്നു. ഞാൻ പുട്ടും കടലയും കഴിച്ചുകൊണ്ടാണ് TV കാണുന്നത്. അപ്പോൾ TV-യിൽ സൂര്യമാനസ് സിനിമ, നമുക്കുള്ള സൂര്യമാനസ് സിനിമ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് അമ്മക്ക് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വിശക്കണ് പുട്ട് ഇതാന്ന് പറയും. അപ്പോൾ എനിക്കങ്ങനെ സങ്കടമായി. ഞാൻ കഴിച്ച പുട്ട് ഒരു പിടി വാരത്തിട്ട് ആ TV-യുടെ മുകളിലേക്കുള്ള ഹോളിൽ കൂടെ ഇട്ടാണ്ട് വെത്തു. അപ്പോൾ TV-യുടെ ഉള്ളിൽ നിന്നൊക്കെ പുകയൊക്കെ വന്നു. സൗണ്ട് കേട്ട് അപ്പനോടി വന്നു. അപ്പൻ ചോദിച്ച്, എന്താടാ TV-യിൽ നിന്ന് പുകയൊക്കെ വന്നെ? ഞാൻ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു പടത്തിൽ ബോംബ് പൊട്ടിച്ചാണ്, അതിൻ്റെ പുകയാണ് വന്നത്, അതാണ് വന്നത്. പക്ഷേ ബോംബ് പൊട്ടണേക്കാളും കൂടുതൽ നല്ല പൊട്ടിക്കില്ല. അപ്പം എനിക്കിട്ട് പൊട്ടിച്ചപ്പോൾ എനിക്ക് വെളിവ് വന്നു. അപ്പോൾ മനസ്സിലായി സിനിമാടന്മാർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അങ്ങനെ ഒരു 10-12 വയസ്സായപ്പോൾ എനിക്ക് സിനിമയിൽ കയറണം, സിനിമാടനാണുള്ള മുഖം വന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് സിനിമയിൽ കയറുന്നത് അന്വേഷിച്ചിരുന്നു. പക്ഷെ എല്ലാവരും എങ്ങനെ സിനിമയ്ക്ക് കയറണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, സിനിമയിൽ എങ്ങനെ കയറണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ സിനിമയിൽ കയറാൻ 2 വഴിയുള്ളത്. ഒന്നെങ്കിൽ മിമിക്രി പഠിക്കുക, അല്ലെങ്കിൽ നാടകം പഠിക്കുക. 2 മേഖലയിൽ കൂടി എനിക്ക് കയറാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ മിമിക്രിയാണ് നമുക്ക് പറ്റിയ പരിപാടി. ഞാനങ്ങനെ നമ്മുടെ പഴയ ജയറാമേട്ടൻ്റെ പഴയ ഗൾഫ് പ്രോഗ്രാമിൻ്റെ CD ഒക്കെ എടുത്തിട്ട് കണ്ട്, കാസറ്റ് ഇട്ട് കാണാൻ. അപ്പോൾ ജയറാമേട്ടൻ ഒരുപാട് പേരെ അനുകരിക്കുന്നുണ്ട്. കമൽഹാസൻ, പ്രേം നസീർ, KP ഉമർ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിനെ അനുകരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്താൽ എനിക്ക് ചെറിയ ചമ്പലുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലെ ഒരു മുറിക്കകത്ത് നിന്ന് വാലടച്ച് എൻ്റെ കണ്ണാടും ബീപ്പോയി നിന്ന് സുരേഷ് ഗോപിങ്ങനെ ആവായിക്കണേ. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പാടില്ലാതെ കിടക്കുന്ന അപ്പൂപ്പനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ കണ്ണാടുമ്പോൾ പെട്ടെന്നുള്ള ആവശ്യമായിട്ട് അപ്പൂല്ലേ ഞങ്ങളുടെ പറഞ്ഞത്. അപ്പൂപ്പൻ ഞെട്ടി എണീറ്റ് വിസിലടിച്ച്. ഞാൻ സംഭവം വർക്കൗട്ടായി. അപ്പൂപ്പൻ വിസിലടിച്ച്. സത്യത്തിൽ അപ്പൂപ്പൻ വിസിലടിച്ചല്ല, അപ്പൂപ്പനായിട്ട് ഞെട്ടി അന്ത്യശ്വാസം വെച്ച് അപ്പൂപ്പൻ കാഞ്ഞ്. അങ്ങനെ അപ്പൂപ്പൻ്റെ മരണവും എൻ്റെ മിമിക്രിക്കാരൻ്റെ ജനനവും ഒരുമിച്ചായിരുന്നു. പിന്നീട് നാട്ടിൽ കിട്ടുന്ന വേദികളൊക്കെ വലിഞ്ഞു കയറി ഞാൻ മിമിക്രി കാണിക്കും. അങ്ങനെ മിമിക്രി കാണിച്ച് ഒരു 10 വയസ്സായപ്പോൾ എനിക്ക് തോന്നി പ്രൊഫഷണലാക്കണം. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കൊച്ചിയിലുള്ള ഒരു കോർഡിനേറ്റർ ചെന്ന് കണ്ട്, മിമിക്രി ട്രൂപ്പ് കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ശബ്ദമൊക്കെ അനുകരിക്കും സിനിമാടന്മാരുടെ, ഞാൻ ഈ സൗണ്ടൊക്കെ ചെയ്യും, അപ്പോൾ എന്നെ ഒന്ന് ട്രൂപ്പിൽ ചേർക്കണം. പുള്ളി പറഞ്ഞ് ശരി എടുത്തേക്കാന്ന് പറഞ്ഞ് പുള്ളി അടുത്ത പോകാൻ എന്നെ വിളിച്ച് കൊണ്ടുപോയി. പക്ഷെ പുള്ളി എന്നെ കൊണ്ട് സ്റ്റാർ ചെയ്യിക്കുക, സ്കിറ്റ് ചെയ്യിക്കുക ഒന്നും ചെയ്യില്ല. പുള്ളി എന്നെ കട്ടം കെട്ടാനും ബോക്സ് ചുമക്കാനും മൈക്ക് കൊണ്ട് എടുത്ത് കൊടുക്കാനും. ഞാൻ പ്രോഗ്രാമിൽ ചേട്ടാ എന്ത് പണി ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അടുത്തൊരു അവസരം ചോദിച്ചിട്ട് ചേട്ടൻ എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണം. പുള്ളി പറഞ്ഞു, മോനെ നിന്നെ സെലക്ട് ചെയ്ത് നിൻ്റെ കഴിവ് കണ്ടിട്ടല്ല, നിൻ്റെ ഈ പൊക്കവും മണ്ണോ കണ്ടിട്ടാണ്, എനിക്കൊരു പണിക്കാരൻ ആവശ്യം വന്നു, അതുകൊണ്ട് നിന്നെ എടുത്ത്. അങ്ങനെ ഞാൻ പതുക്കെ ആ ട്രൂപ്പിൽ നിന്ന് സ്കൂട്ടായി. എനിക്ക് എൻ്റെ കഴിവ് പഠിക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു കോർഡിനേറ്റർ പോയി കണ്ടു, പുള്ളി അറിയാണ്ട്. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്റ്റാറൊക്കെ ചെയ്യും, സിനിമാടന്മാരെ അനുകരിക്കും, അപ്പോൾ ചേട്ടൻ്റെ ട്രൂപ്പിൽ ചാൻസ് വേണം. പറഞ്ഞ് അങ്ങനെ ഒന്ന് അനുകരിച്ച് കാണിക്കും. ഞാനപ്പോൾ എൻ്റെ ഉള്ള എല്ലാ സകല സിനിമാടന്മാരെ അനുകരിച്ച് കാണിച്ചു. പുള്ളി പറഞ്ഞ് നിനക്ക് അവസരം തരാം, പക്ഷെ നീ വേദിയിൽ കയറി അവതരിപ്പിക്കുമ്പോൾ തൊട്ടുമുമ്പ് ഒരിക്കലും നീ സിനിമാടന്മാരെ അനുകരിക്കാമെന്ന് പറയരുത്, നിൻ്റെ ശബ്ദത്തിൽ പറയാമെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി, അപ്പോൾ നിനക്ക് പിന്നെ തല്ല് കിട്ടില്ല. അപ്പോൾ അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ മിമിക്രിയിലെ കഴിവെന്താണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ശരിക്കും പരിശ്രമിച്ച് ഒരു മിമിക്രിയൊക്കെ പഠിച്ചെടുത്ത്. പക്ഷെ അപ്പോഴും എനിക്ക് നാട്ടിൽ ചിഞ്ഞു പരിപാടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായി, ഒരു ഗൾഫ് ഷോ ചെയ്യണം, വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്താലേ ഫേമസ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ മാത്രം പരിപാടി പിടിക്കുന്ന ഒരാളെ പോയി കണ്ട്. ഞാൻ പറഞ്ഞ് ഏജൻറ്റെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു അവസരം വേണം. പുള്ളിക്ക് ചെറിയ കുപ്പയൊക്കെ വാങ്ങിച്ചു കൊടുത്ത പുള്ളി ഓക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിനെ വിളിച്ച്, മിൽവിൻ ഒരു പ്രോഗ്രാം ഉണ്ട്, വിദേശമാണ്, ഇവിടെ നിന്ന് വെച്ചപ്പോൾ ചൈനയിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു മടുപ്പായി. ഞാനെന്നല്ല ചൈനയിലൊക്കെ പ്രോഗ്രാമിന് പോലെ എൻ്റെ കൂട്ടാകുമ്പോൾ ഞാൻ പോകണം. നമ്മൾ അവിടുത്തെ സ്പോൺസർമാരും ചൈനക്കാരായിരിക്കും. നമ്മൾ അവിടെ പോയി പരിപാടി തെപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പേയ്മെൻറ്റ് മേടിക്കുമല്ലോ.
മേടിക്കാൻ ചെല്ലുമ്പോൾ ഇവല്ലേ ഏതാണ് ആ പോണ സമയത്ത് എല്ലാത്തിനും ഒരേ മുഖമല്ലേ ആദ്യം കാണിച്ച നാളെ കണ്ടുപിടിക്കാൻ പണിയാണ്. അപ്പോൾ അങ്ങനെ എങ്കിലും ഞാൻ പോയി. കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യമുണ്ട്. ഞാനങ്ങനെ മിമിക്രി അതിനെ ചെന്ന് വളരെ പ്രതീക്ഷയോടെ നല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ ചെന്ന് സ്റ്റേജിൽ കയറി പണിവാളിയത്. സാധാരണ നമ്മളെ വിദേശത്ത് പരിപാടി കൊണ്ടുപോകുന്നത് അടുത്ത വിദേശ മലയാളികളും പരിപാടി എത്തിപ്പിക്കാൻ. അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് ഓഡിയൻസ് ചൈനക്കാർ. ഞാൻ പെട്ടുപോയി. ഞാൻ എന്ത് കാണിക്കുന്നു അറിയില്ല. ഞാൻ ദിവസം കണ്ണു അടച്ചിട്ട് ഞാൻ പ്രിപ്പയർ സാധനമായിട്ട് കാണിച്ച് മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ കാണിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ താറാങ്കൂടിലായിട്ട് പട്ടി കയറി പോലത്തെ സൗണ്ട്. ഞാൻ നോക്കുമ്പോൾ ചൈന മൊത്തം ഇളകിയിരിക്കണേ. ചൈനക്കാർ മൊത്തം സ്റ്റേജിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞേ. ചൈനീസ് ഭാഷ എനിക്കറിയില്ലെങ്കിലും പറയണത് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം അവിടെ ചൈനീസ് ഭാഷ അറിയുന്നത് മലയാളികളും ചോദിച്ചു എന്താണ് അവർ പറയണത്. അപ്പം അവർ പറയണത് അവർക്ക് നീ കാണിച്ചെന്ന് മനസ്സിലായി. അവർ പറഞ്ഞത് അവരുടെ നടന്മാരെ ചിയാച്ചുംഷിൻ്റെയും ഷിംക്യാച്ചുംഷിൻ്റെയും ചുംകിഷിൻ്റെ ഒക്കെ സൗണ്ട് എടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഇത് ആരാന്നുപോലും എനിക്കറിയാൻ പാടില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ അവരെ ഒന്നും അവതരിപ്പിക്കില്ല, ഒരു കാര്യം ചെയ്യാം. ചൈനയിലെ ഒരു ഒളിമ്പിക് സ്പോർട്സ്മാൻ ഉണ്ട് ലിലു ഷാൻ, പുള്ളിനെ അനുകരിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിർത്തി ഒറ്റ ഓട്ടം കൊണ്ട് ഓടി. പിന്നെ നേരെ പോയിട്ട് ഇന്ത്യയിൽ പോയി നിന്നു. അങ്ങനെ അതോടെ വിദേശ രാജ്യത്ത് പരിപാടി എത്തിക്കണം എന്ന എൻ്റെ മോഹം ഞാൻ മാറ്റി വെച്ചു. അപ്പോഴും എൻ്റെ സിനിമാ മോഹം ഞാൻ കളഞ്ഞില്ല. ഞാൻ സിനിമയിൽ ചാൻസ് ഉണ്ടായിരുന്നു. പല പല സംവിധായകന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ സംവിധാനം കണ്ട് ആദ്യം 1-2 സിനിമകൾ മാത്രം ചെയ്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ അഭിനയം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞു, സുഹൃത്തേ താങ്കളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നിയത് താങ്കൾ എന്നെപ്പോലൊരു ചെറിയ സംവിധാനൻ്റെ പടത്തിൽ ചെറിയൊരു വേഷവും ചെയ്ത് ഒരു 5-6 സീനൊക്കെ അഭിനയിച്ച് പോകേണ്ട ഒരാളല്ല. താങ്കൾ ഇതിലും വലിയ ലെവലിൽ ചെയ്യേണ്ട ആളാണ്, എന്തിനും വ്യത്യസ്തമായിട്ടുള്ള ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് താങ്കൾ ഇതിലും വലിയ വ്യത്യസ്തമായ നല്ല വേഷങ്ങൾ മാത്രം ശ്രമിക്കുക. ഇതെനിക്ക് ശരിക്കും അങ്ങോട്ട് ഉണ്ട്. ഞാനിപ്പോൾ വലിയ എന്തോ സംഭവമാണ്, വലിയൊരു കഴിവുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം ഉണ്ട്. ഒരുപാട് സിനിമകൾ അത്യാവശ്യം കുറേ സിനിമകൾ ചെയ്ത് ഹിറ്റൊക്കെ അടിച്ചൊരു സംവിധാനം ഞാൻ വിളിച്ചിട്ട് കണ്ട്. പുള്ളിയുടെ മുമ്പിൽ എൻ്റെ അഭിനയം കാഴ്ചവെച്ചു. പുള്ളി എപ്പോഴും പറഞ്ഞു, വിൽപിൻ താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ പടത്തിൽ ചിലപ്പോൾ നായകൻ്റെ കൂട്ടുകാരനായിട്ടോ സഹോദരനായിട്ടോ റോൾ തരാം. അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ത്രൂ ഔട്ട് റോൾ ഉണ്ടാവും. അതൊക്കെ ചെയ്ത് പോകേണ്ട, പക്ഷേ അങ്ങനെ ചെയ്ത് പോകേണ്ട ഒരാളല്ല താങ്കൾ. താങ്കൾ ഇതിലും വലിയ ലെവലെത്തേണ്ട ആളാണ്. താങ്കൾ വേറെ തനിക്ക് അങ്ങനൊരു കഴിവുള്ളതാണ്, വ്യത്യസ്തമാണെന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് താൻ ഇതിലും വലിയൊരു റോൾ അന്വേഷിക്കുക. അങ്ങനെ ഞാൻ മലയാളത്തിലെ ടോപ്പ് ഡയറക്ടറെ പോയി കണ്ട് പുള്ളും മുമ്പിൽ ഞാൻ എൻ്റെ പ്രകടനം കാഴ്ചവെച്ച്. പുള്ളി പറഞ്ഞ്, മോനെ നിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത പടത്തിൽ നിന്നെ നായകനാക്കാം. ചിലപ്പോൾ പടം ഹിറ്റും ആവും. അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ നിനക്ക് ഒരുപാട് സിനിമകൾ ചെയ്ത് ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി ഒതുങ്ങിപ്പോണ്ട ആളല്ല നീ അതിലും വലിയ ലെവലെത്തേണ്ട ആളാണ്, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ശരിക്കാണ്ട് കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്. അതിങ്ങനെ അഭിനയിച്ച് നശിപ്പിക്കാളല്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ആ കഴിവ് വളരെ ഭദ്രമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. ഒരിക്കലും ഞാൻ ഉപയോഗിക്കില്ല, അങ്ങനെ ഉപയോഗിച്ച് കളയാളല്ല എൻ്റെ കഴിവ്. ഞാനപ്പോൾ ഫീൽഡൊന്ന് മാറ്റിപ്പിടിച്ചു, തിരക്കഥയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കുളച്ച് ഞാൻ ഒരു തിരക്കഥ എഴുതി. അപ്പോൾ ഈ തിരക്കഥ കേൾപ്പിക്കാനായിട്ട് ഞാൻ സംവിധാനൻ്റെ അനുവാദം കിട്ടി. പുള്ളിക്കാനത് കേൾപ്പിച്ച് എൻ്റെ സിനിമയിലെ 2 സീനുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ മറ്റൊരു കഴിവ് കൂടി മനസ്സിലായി. എനിക്കൊരു സൈക്കാട്രിസ്റ്റ് ആളെ കഴിവുണ്ട്. കാരണം ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ രോഗിയെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വേണ്ടി മയക്കുന്നത് 30 സെക്കൻഡ് കൊണ്ടാണ്. ഞാൻ കഥ പറഞ്ഞ് 10 സെക്കൻഡുള്ളിൽ ഡയറക്ടർ ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സൈക്കാട്രിസ്റ്റിൻ്റെ ആളെ. പക്ഷേ എന്നെ ഉറങ്ങിയ ആളെ ഞാൻ വിളിച്ചെണിപ്പിക്കണമെന്ന് വിചാരിച്ച് പുള്ളിനെ അവിടെ ഇട്ട് പോയി. ഞാൻ എൻ്റെ കഥകളായി പലയിടത്തും അലഞ്ഞ് അവസാനം എനിക്കൊരു പ്രൊഡ്യൂസർ റെഡിയായി. പുള്ളി പടം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മലയാള സിനിമയിലെ പല സ്റ്റാർ വാല്യുള്ള നടന്മാരെയും പിന്നെ കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്ത് പൂർത്തിയായി. കഴിഞ്ഞ ആഴ്ച പടം റിലീസായി. പക്ഷേ പടം ആരും അറിയപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ പോലും ഒരു മനുഷ്യൻ പോലും പടത്തിന് കയറിയില്ല. എന്നാൽ പടം മോശമായിട്ടല്ല, കാരണം പടം മോശമാണെങ്കിൽ പടം കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആളുകൾ വരും, തിയേറ്ററിന് മുമ്പ് വരും, തിരിച്ചു പോകും, വരും തിയേറ്ററിൽ മുമ്പിൽ നോക്കും, തിരിച്ചു വരും. ഇത് എന്താണ് സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. ഞാൻ ആരെങ്കിലും പാര വെച്ചതാണ്. അവസാനം ഞാൻ പടം മാറ്റി, തിയേറ്റർ മാറ്റി ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴുള്ള കാര്യം മനസ്സിലായത് പടത്തിന് പേരിട്ടാണ് ചെറിയൊരു പ്രശ്നമായി പോയത്. പടത്തിന് ഞങ്ങളിട്ട പേരെന്ന് വെച്ചാൽ ഇന്ന് പ്രദർശനം ഇല്ല. അപ്പോൾ ആളുകൾ വരും, ഇന്ന് പ്രദർശനം ഇല്ലെന്നാണ്, തിരിച്ചു പോകും. അങ്ങനെ പറ്റിപ്പോയത്. പിന്നെ അത് മാറ്റി നല്ലൊരു പേരോടെ രണ്ടാമത് ഇറക്കുന്നുണ്ട്. രാജചന്ദ്രൻ രമേശ് കൊണ്ട് എൻ്റെ പടത്തിന് പറ്റിയൊരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാവോ? ഇന്ന് പ്രദർശനം ഉണ്ട്. അത് എന്താ നിൽക്കുന്നില്ല, എനിക്ക് ഒരു തിരക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പുതിയൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് ഉടനെ ഇറക്കാൻ. അടിപൊളി പേരാണ്, അന്യർക്ക് പ്രവേശനമില്ല. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ് ഞാൻ പോകുന്നത്. മെൽവിൻ,
നന്നായിരുന്നു, നല്ല Thank you. രസമുള്ള കുറെ തമാശകളായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ്. മെൽവിൻ, ഈ കഥകൾ പറയുമ്പം പറഞ്ഞു ഇത് എൻ്റെ ജീവിതാനുഭവമാണ്, ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചത്, എന്നിട്ട് ഞാൻ തളർന്നില്ല, ഞാൻ പോയി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മെൽവിൻ തളർന്നിട്ടില്ല, മെൽവിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെൽവിൻ്റെ ഉള്ളിൽ അതിനോടുള്ളൊരു വലിയ കൊതിയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് കഥയാക്കിക്കൊണ്ട് ഇപ്പോഴും മെൽവിൻ ഈ TV ക്യാമറയ്ക്ക് മുന്നിൽ ഇവിടെ ഇത്ര ശക്തമായി നിൽക്കുന്നതെന്നുള്ളൊരു വലിയ കാര്യമാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരുപാട് പേര് രാജേട്ടാ നമ്മളോട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര അഭിനയമോഹമാണ്. ശരി, തെരുവ് നാടകത്തിൽ അഭിനയിച്ചോ? വേണ്ട. എന്നാൽ സീരിയലിൽ അഭിനയിച്ചോ? ആലോചിക്കാം. നാടകങ്ങളിൽ പോയി അഭിനയിക്ക്? വേണ്ട. അതായത് ഈ അഭിനയമോഹം എന്ന് പറയുന്ന ഒരുപാട് പേർ മോഹിക്കുന്നത് സിനിമയാണ്. സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർഡമാണ്. അവരൊരു നല്ല നടനാവണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് താരമാവണം, എനിക്ക് സ്റ്റാർ ആവണം എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും ആൾക്കാർ ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ അലഞ്ഞതാണ് ചേട്ടാ, ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട്. കഷ്ടപ്പാട്, ചാൻസ് ചോദിക്കൽ, അല്ലെങ്കിൽ കഥ പറയാൻ പോക്ക്, ഇതൊക്കെയാണ്. അപ്പോൾ സിനിമയിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങണ്ട, അവനവൻ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളായി മാറാനും ചെയ്യാനും കിട്ടിയാൽ, ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ പോലും അത് കൃത്യമായിട്ട് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി അവനവൻ ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് ചാൻസ് ചോദിച്ചു തുടങ്ങലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത്. ആദ്യം അവനവൻ കൃത്യമായിട്ട് അതിന് തയ്യാറായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അല്ലേ? അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ അച്ഛൻ സിനിമ, ഇപ്പം എൻ്റെ അച്ഛൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പറയും നീ ഇപ്പം മാർക്കറ്റ് വന്നിട്ട് നിവിൻ പോളിക്കാണ്, അതിന്ന് കോടികൾ കിട്ടിയാൽ നിനക്ക് തന്നെയല്ല സൂചിക്കുക, നിനക്ക് തന്നെ എനിക്ക് ചെയ്യാം, നിന്നെ വെച്ചെടുത്താൽ ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ വരത്തില്ല. അച്ഛൻ അങ്ങനെ ബുക്ക് ചെയ്യത്തുള്ളൂ നിവിൻ പോളിയെ. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വഴികൾ കണ്ടെത്തണം. ഇപ്പോഴത്തെ ഈ കോവിഡ് അസുഖത്തിന് തന്നെ വേറൊരാൾ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ മാസ്ക് ഇടണം, നമ്മൾ തന്നെ നമ്മുടെ സൂക്ഷിക്കണം, ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് പറയില്ല. നമ്മളുടെ അടുത്ത് കെയർഫുൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ നടനാവണമെങ്കിൽ അതിൻ്റെ 99% പരിശ്രമം നമ്മുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ നമ്മൾ തന്നെയാണ്. പിന്നെ ഭാഗ്യത്തിന് ചില സഹായങ്ങളുണ്ടാകുമായിരിക്കും. ഉദാഹരണത്തിന് പഞ്ചവർണ്ണ തത്ത എന്നുള്ള സിനിമ എടുക്കുമ്പം പിഷാരടി ഞാനിവിടെ ആദ്യം തീരുമാനിച്ചു ഇതിനകത്ത് ഒരു ഡയലോഗെങ്കിലും പറയാൻ വരുന്ന ഒരാൾ നമുക്കറിയാമെന്നുള്ള മിമിക്രിയിലോ സ്കിറ്റിലോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക, അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നവൻ കൂടെ ആർട്ടിസ്റ്റാണ്. 68 പുതിയ ആളുകൾ പഞ്ചവർണ്ണതത്തിലുണ്ട്. ഒരു രാവിലെ ഓടി പോകുമ്പോൾ ഗുഡ് മോർണിംഗ്, ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലും ഒരു ഡയലോഗുള്ള വേഷമാണ്. സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂണിറ്റിൽ ഒരാളുടെ ഒരു പോസ്റ്റ്മാനാണ്, പെട്ടെന്ന് ഒരു കാക്കി എടുത്തിട്ട് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തിട്ടോ ഇല്ല. നമ്മൾ ആദ്യമേ അയാളുടെ ഫോട്ടോ ഒട്ടിച്ചേക്കണം, പോസ്റ്റ്മാൻ്റെ വരുന്ന ഇന്നിടത്ത് ഇന്ന ആളാണ്, ഇത്രാം തീയതി രാവിലെയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് വേറെ ഓർമ്മ വന്നത്, ഈ ചോട്ടാ മുമ്പ് എടുക്കുമ്പോൾ ഒരാളിങ്ങനെ സ്ഥിരം അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. ഞാൻ നിങ്ങൾ രാവിലെ 8 മണിക്ക് മോഹൻലാൽ വരും, നിങ്ങൾ ഞാൻ ഒരു 7 മണിക്ക്, ഞാൻ 7 മണിക്കേ വരണം, അത് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നുള്ള സാറെന്ന് പറഞ്ഞു. മോഹൻലാൽ 8 മണിക്ക് എത്തി, പക്ഷേ ഇയാൾ എത്തിയില്ല. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അന്വേഷ ചോദിച്ചു ഇതെന്താണ് ലാലേട്ടൻ വന്നു, രാജേട്ടൻ പറഞ്ഞൊരാൾ ഏതോ നാടക ട്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാളല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നു, സാറേ വരണ വഴിക്ക് ബൈക്ക് ആക്സിഡൻ്റായി, എൻ്റെ കൈ ഒടിഞ്ഞു സാറേ, ഇവിടെ കിടക്കണം, ഒരു 2 ആഴ്ച കിടക്കണം, എനിക്ക് വയ്യ സാറേ, ബൈക്കും ഒക്കെ കിടന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വേറെ ആരെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഞാൻ ഡോക്ടറുടെ കൊടുക്കാം. ഡോക്ടർ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിനും ഉണ്ട്, എന്തായാലും ഒരു 3 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ വേഷം ചെയ്യട്ടെ. ഇതാണ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരാൾ അതിലോട്ട് കയറാനുള്ള അയാളുടെ ഒരു ത്വരയുണ്ടല്ലോ. അപ്പോൾ മെൽവിൻ വന്നതിലും പെർഫോം ചെയ്തതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. താങ്ക് യു.